ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ക്ലേശങ്ങളിലെല്ലാം പൗലോസ്ലീഹ എങ്ങനെ ആണ്? ഉത്തരം: ആനന്ദപൂരിതൻ. ചോദ്യം 2: മക്കെദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ത്? ഉത്തരം: ഒരു വിശ്രമവും. ചോദ്യം 3: ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയും നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവികമായ ദുഃഖം. ചോദ്യം 4: തീത്തോസിൻ്റെ മനസ്സിന് ആശ്വാസമേകിയത് ആര്? ഉത്തരം: കൊറിന്തോസുകാർ. ചോദ്യം 5: ഏത് സഭയിലാണ് ദൈവകൃപ വർഷിക്കപ്പെട്ടത്? ഉത്തരം: മക്കെദോനിയയിലെ സഭകളിൽ. 6-ാം ചോദ്യം: അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും എങ്ങനെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്നാണ് പൗലോസ്ലീഹ 2 കൊറിന്തോസ് 8:3 പറയുന്നത്? ഉത്തരം: തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന്. ചോദ്യം 7: ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുക്കളാക്കണമെന്നാണ് അപേക്ഷിച്ചത്? ഉത്തരം: വിശുദ്ധരെ. ചോദ്യം 8: ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത കഴിവനുസരിച്ച് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ? ഉത്തരം: പ്രവൃത്തിയിൽ. ചോദ്യം 9: കൊറിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താൽപ്പര്യം ദൈവം ഉദിപ്പിച്ചത് ആരിലാണ്? ഉത്തരം: തീത്തോസിൻ്റെ ഹൃദയത്തിൽ. ചോദ്യം 10: വിശുദ്ധർക്കുള്ള എന്തിനെപ്പറ്റി എഴുതേണ്ടതില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: ശുശ്രൂഷയെപ്പറ്റി. ചോദ്യം 11: നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്ത്? ഉത്തരം: തീഷ്ണത. ചോദ്യം 12: പൂരിപ്പിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, എന്നേക്കും നിലനിൽക്കുന്നു. ഉത്തരം: അവൻ്റെ നീതി. ചോദ്യം 13: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അതു ഞങ്ങളിലൂടെ എന്തായി പരിണമിക്കുകയും ചെയ്യുമെന്നാണ് പൗലോസ്ലീഹ 9-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി. ചോദ്യം 14: ഞങ്ങളുടെ എന്ത് ജഡികമല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: സമരായുധങ്ങൾ. 15-ാം ചോദ്യം: എന്തിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയുമാണ് പൗലോസ്ലീഹ തകർക്കുന്നത്? ഉത്തരം: ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ. 16-ാം ചോദ്യം: എന്തിനല്ല നിങ്ങളെ പടുത്തുയർത്താനാണ് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് 10-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നശിപ്പിക്കാനല്ല. ചോദ്യം 17: പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ബലഹീനതകളെക്കുറിച്ച്. ചോദ്യം 18: ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്നത് എന്ത്? ഉത്തരം: ചിന്തകൾ. 19-ാം ചോദ്യം: ക്രിസ്തുവിൻ്റെ സത്യം പൗലോസ്ലീഹയിലുള്ളതുകൊണ്ട് ഈ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: അക്കായിയ പ്രദേശങ്ങളിൽ. ചോദ്യം 20: എന്തിലുള്ള ദൃഢവിശ്വാസത്തോടെയാണ് പൗലോസ്ലീഹ ഒരു ഭോഷനെ പോലെ സംസാരിക്കുന്നത്? ഉത്തരം: ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ. ചോദ്യം 21:
എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഗ കപ്പൽ അപകടത്തിൽപ്പെട്ടത്? ഉത്തരം 3 പ്രാവശ്യം. ചോദ്യം 22. ആരാണ് ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത്? ഉത്തരം അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. ചോദ്യം 23. എന്തു വിട്ടകലാൻ വേണ്ടിയാണ് പൗലോസ്ലീഗ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചത്? ഉത്തരം പിശാചിൻ്റെ ദൂതൻ. ചോദ്യം 24. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ എന്തു ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ് പൗലോസ്ലീഗ 12-ാം അധ്യായത്തിൽ പറയുന്നത്. ഉത്തരം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന്. 25-ാം ചോദ്യം. എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഗ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം പുനരുദ്ധാരണത്തിനു വേണ്ടി. വീണ്ടും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.